ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡയറി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് റിസർവേഷൻ ഇൻ ഇന്ത്യ, ഇന്റർപോൾ നോട്ടീസസ്, ഇന്ത്യ മാൽദീവ്സ് റിലേഷൻസ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് കുക്ക് ഐലൻഡ്സ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 12-നകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിളിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ, അതുപോലെ തന്നെ കോൺഗ്രസിനെതിരായിട്ട് BJP എസ്പെഷ്യലി പ്രൈം മിനിസ്റ്റർ ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. OBC കാറ്റഗറി റിസർവേഷൻ മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കോൺഗ്രസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇന്ത്യയിലെ റിസർവേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവർ ഇത്തരത്തിലൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ റിസർവേഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ബേസിക്കലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, എസ്പെഷ്യലി ആർട്ടിക്കിൾ 15-ഉം 16-ഉം അനുസരിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. എസ്പെഷ്യലി ഇക്വാലിറ്റിക്കുള്ള അവകാശമുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 15-നകത്ത് പറയുന്നുണ്ട്, ആളുകളുടെ, ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകളുടെ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഈ കാര്യങ്ങളുടെ പേരിൽ മാത്രമായിട്ട് ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 16-നകത്ത് പബ്ലിക് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പബ്ലിക് ഓഫീസസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ സിറ്റിസൺസിന്റെ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഡിസെന്റ്, റെസിഡൻസ്, ഈ കാര്യങ്ങളുടെ പേരിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഈക്വാലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സൊസൈറ്റിക്കകത്ത് ബാക്ക്വേർഡ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന കുറേ വിഭാഗങ്ങളുണ്ടാവും. ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഒക്കെ പോലുള്ള. അപ്പോൾ അവരെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണം. അതിനെയാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ ഈക്വാലിറ്റിനെ, ജസ്റ്റിസ് അല്ലെങ്കിൽ ഇക്വാലിറ്റിയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ്. അപ്പോൾ ജസ്റ്റിസ് എൻഷുർ ചെയ്യണമെങ്കിൽ ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾ 15-നകത്തും 16-നകത്തും ഇതിനുള്ള ഈ പറയുന്ന പെർട്ടിക്കുലർ ഗ്രൗണ്ട്സിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുമ്പോഴും ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു കേസ് ഉണ്ടാകുന്നത്, ഈ ആർട്ടിക്കിൾ 15-ഉം 16-ഉമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടാകുന്നത്, എസ്പെഷ്യലി ആർട്ടിക്കിൾ 15-ആയിട്ട് ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടാകുന്നത് 1951-ലാണ്. അതാണ് 1951-ലെ ആ ഒരു കേസാണ് ചെമ്പകം ദുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസ്. മദ്രാസ് സ്റ്റേറ്റിനകത്ത്, അന്നത്തെ മദ്രാസ് സ്റ്റേറ്റിനകത്ത് ഉണ്ടായിരുന്ന റിസർവേഷൻ സിസ്റ്റത്തിനെതിരായിട്ട് ചെമ്പകം ദുരൈരാജൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊടുത്ത കേസായിരുന്നു അത്. അപ്പോൾ ആ കേസിന്റെ വിധിക്കകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അന്ന് ആർട്ടിക്കിൾ 15-നകത്ത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഈ SC, ST, OBC അതുപോലെ തന്നെ EWS എന്നുള്ള റിസർവേഷന്റെ പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന റിസർവേഷൻ സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1951-ല് അന്നത്തെ ഇന്ത്യയുടെ പ്രൊവിഷണൽ പാർലമെന്റ്, അതായത് അന്ന് ഓർക്ക്, അന്ന് ഇന്ത്യയുടെ ഇന്ന് നമ്മൾ കാണുന്ന ലോക്സഭയും രാജ്യസഭയുള്ള ഒരു പാർലമെന്റ് നിലവിൽ വന്നിട്ടില്ല. ഇന്ത്യയുടെ പാർലമെന്റ് നിലവിൽ വരുന്നത് 1951-52 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ 52-ന്റെ ഒരു ഏപ്രിൽ, മെയ് ആ ഒരു സമയത്താണ്. അപ്പൊ 51-ലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു പ്രൊവിഷണൽ പാർലമെന്റ് അല്ലെങ്കിൽ ഒരു താൽക്കാലിക പാർലമെന്റ് ആണ്. അപ്പൊ ആ താൽക്കാലിക പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരേ ഒരു അമെന്റ്മെന്റ് ആക്ട് ആണ് ഈ ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട്. അപ്പൊ ഈ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെയാണ് ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതുപോലെ OBCക്ക് പകരം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന പേര് SC/BC എന്നാണ്, അല്ലെങ്കിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് എന്നാണ്. സോ ഈ പറയുന്ന 3 കാറ്റഗറിക്കും റിസർവേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആർട്ടിക്കിൾ 15-ലൊക്കെ ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ടിലൂടെ ഈ പറയുന്ന റിസർവേഷന് വേണ്ടിയിട്ടുള്ള എക്സെപ്ഷൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്ക്രിമിനേഷനുള്ള എക്സെപ്ഷൻസ് ആയിട്ട് ഈ പറയുന്ന 3 കാറ്റഗറീസിനെ ആർട്ടിക്കിൾ 15-ലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് 2005-ല് വന്നിട്ടുണ്ടായിരുന്ന 93rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെയാണ് ആർട്ടിക്കിൾ 15-നകത്ത് വീണ്ടും ഈ SC, ST, OBC ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ SC, ST, SC/BC ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രൊവിഷനും കൂടി, ഒരു എക്സെപ്ഷനും കൂടി ആഡ് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഇൻക്ലൂഡിംഗ് പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരെ ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് അല്ലെങ്കിൽ OBC കാറ്റഗറി പെടുന്നവർക്കും റിസർവേഷൻ ആവാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2019-ൽ വന്നിട്ടുള്ള 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെ, അല്ലെങ്കിൽ 103ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജനറൽ കാറ്റഗറി പെടുന്ന സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കാം എന്നുള്ള പ്രൊവിഷൻ ആർട്ടിക്കിൾ 15-ലും 16-ലൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഇങ്ങനെ പല കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നടപ്പിലാക്കപ്പെടുന്നത് പല പല കാലഘട്ടങ്ങളിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ തുടക്കം തൊട്ടേ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് അമെന്റ്മെന്റിനൊക്കെ ശേഷം ഈ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനുള്ള റിസർവേഷൻ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് 15%, ഷെഡ്യൂൾഡ് ട്രൈബിനെ, എസ്പെഷ്യലി ഗവൺമെന്റ് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഷെഡ്യൂൾഡ് ട്രൈബിന് 7.5% റിസർവേഷൻ ഉള്ളത്. അപ്പോൾ അത് സ്റ്റേറ്റുകൾക്കകത്ത് നമുക്ക് അതിനകത്തൊരു യൂണിഫോമിറ്റി ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ സെൻട്രൽ ഇതാണ് അവസ്ഥ. ഇനി ഈ പറയുന്ന
SC/BCയുടെ കേസിലാണ് ഈ റിസർവേഷന്റെ കാര്യത്തിൽ ഏറ്റവും അധികം കോൺട്രവേഴ്സി വന്നിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മൾ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും പറയുമ്പോൾ ആ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകളെ ഐഡന്റിഫൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റീസിനെ ഐഡന്റിഫൈ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയർ ആണ്. പക്ഷേ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, അല്ലെങ്കിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്കകത്ത് ഇത്തരത്തിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് വലിയൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിലൊന്നും നമ്മുടെ സെന്ററിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിനകത്ത് ഇത്തരത്തിൽ SC/BC റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതേ സമയം ഈ പറയുന്ന സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ് ക്ലാസസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 340 അനുസരിച്ച് 1953 ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ, അല്ലെങ്കിൽ കാക്ക കലേക്കർ കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ കാക്ക കലേക്കർ കമ്മീഷന്റെ റിപ്പോർട്ടൊന്നും നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 1970കളുടെ അവസാനത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസ് ഗവൺമെന്റിനെ പുറത്താക്കിക്കൊണ്ട് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെന്റ് കേന്ദ്രത്തിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സമയത്ത് അവര് BP മണ്ഡലിന്റെ നേതൃത്വത്തിൽ ഇതേ ആർട്ടിക്കിൾ 340 അനുസരിച്ച് വേറൊരു ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷനെ ഒരു അഡ്ഹോക് നേച്ചറിൽ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതാണ് മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിനകത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസിനെ മണ്ഡൽ കമ്മീഷൻ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഏകദേശം 50% കൂടുതൽ അവരാണെന്നാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിറ്റീസിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള വൺ ഓഫ് ദി മെഷേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മാർഗമായിട്ട് പറയുന്നത്, ഗവൺമെന്റ് എംപ്ലോയ്മെന്റിനകത്ത് ഇവർക്ക് 27% റിസർവേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ റിസർവേഷൻ പിന്നീട് നടപ്പിലാക്കപ്പെടുന്നത് 1990-ലാണ്, വീണ്ടും ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്താണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ OBCക്കുള്ള അല്ലെങ്കിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിനുള്ള സെന്ററിൽ റിസർവേഷൻ കിട്ടുന്നത്. പല സ്റ്റേറ്റുകളും അതിന് മുമ്പേ OBC റിസർവേഷൻ ഉണ്ടായിരുന്നു. EWSന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2019 അമെന്റ്മെന്റിന് ശേഷമാണ് ഈ റിസർവേഷൻ കിട്ടുന്നത്. അപ്പൊ ഈ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ റിസർവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളുടെ പേരിൽ ഒരുപാട് കേസുകൾ, പ്രധാനപ്പെട്ട കേസുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തേതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 1951 ചെമ്പകം ദൊരൈരാജൻ കേസ് എന്ന് പറയുന്നത്. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേസാണ് 1962 MR ബാലാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മൈസൂർ എന്ന് പറയുന്ന കേസ്. ഈ കേസിനകത്താണ് സുപ്രീം കോടതി ആദ്യമായിട്ട് ഇന്ത്യയിലെ റിസർവേഷന് മുകളിൽ ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഒരു അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ജനറലി റിസർവേഷൻ അല്ലെങ്കിൽ സാധാരണഗതിയിൽ റിസർവേഷൻ എന്ന് പറയുന്നത് 50% കൂടാൻ പാടില്ല എന്ന് ഈ MR ബാലാജി കേസിനകത്ത് സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പൊ MR ബാലാജി കേസിനകത്ത് അത്തരത്തിലൊരു സുപ്രീം കോടതി വിധി ഉള്ളതുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷനകത്ത് അവർ OBC റിസർവേഷൻ 27% ക്യാപ്പ് ചെയ്യാനുള്ള കാരണം ഓൾറെഡി ഇന്ത്യയിൽ 15% ഷെഡ്യൂൾഡ് കാസ്റ്റും 7% ഷെഡ്യൂൾഡ് ട്രൈബിനും റിസർവേഷൻ ഉണ്ട്. അതായത് 22.5% ഓൾറെഡി അവർ റിസർവേഷൻ ഉണ്ട്. സോ ഈ 50% ക്യാപ്പ് ബ്രീച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 27% OBC റിസർവേഷൻ റെക്കമെൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റിസർവേഷൻ 49.5% അല്ലെങ്കിൽ 49.5% നിൽക്കുമായിരുന്നു. അപ്പൊ ഈ മണ്ഡൽ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 90കളിലാണ് നടപ്പിലാക്കപ്പെടുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് 1992 മറ്റൊരു കേസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് അതാണ് ഈ മണ്ഡൽ കേസ് എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ദിരാ സാവ്നെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസാണത്. സോ ആ കേസിന്റെ വിധി 92-ലാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പൊ അതിനകത്ത് സുപ്രീം കോടതി 1-2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന OBC അല്ലെങ്കിൽ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് ഒരു സബ് ക്ലാസിഫിക്കേഷൻ അലൗഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആവാമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഈ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിനകത്ത് റിസർവേഷനുള്ള അർഹത എല്ലാവർക്കും ഉണ്ടാവില്ല. പകരം സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിനകത്തുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്രീമി ലെയർ സമ്പ്രദായം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പിന്നെ അതുകൂടാതെ MR ബാലാജി കേസിന്റെ വിധിക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ ജനറലി റിസർവേഷന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 50% ആയിട്ട് ഇന്ദിരാ സാവ്നെ കേസിനകത്തും പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു മാറ്റം വരുന്നത് 2019 103rd അമെന്റ്മെന്റ് വന്നതോട് കൂടിയിട്ടാണ്. 103rd അമെന്റ്മെന്റ് വന്നതോടുകൂടി ഈ പറയുന്ന ഓൾറെഡി ഉള്ള നമ്മുടെ സെൻട്രലിലുള്ള 49.5% റിസർവേഷന്റെ പുറമെയാണ് EWSനുള്ള 10% റിസർവേഷൻ വരുന്നത്. സോ അതോട് കൂടിയിട്ട് ടോട്ടൽ റിസർവേഷൻ 50% ബ്രീച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അത് മാത്രമല്ല, EWSന്റെ റിസർവേഷന്റെ കേസിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ റിസർവേഷൻ കൊടുക്കുന്നത് സാമ്പത്തിക അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ റിസർവേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ SC ST OBCയുടെ ഒക്കെ കേസിൽ അത് സോഷ്യൽ ആയിട്ടുള്ള ബാക്ക്വേർഡ്നെസ് ആണ് അവിടെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ്. അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് കുറെ കേസുകൾ സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു.
അതിനകത്ത് സുപ്രീം കോടതി ഫൈനലായിട്ട് ഒരു ജഡ്ജ്മെന്റ് പറയുന്നത് 2022 ആ കേസിന്റെ പേരാണ് ജാൻഹിത് അഭിയാൻ കേസ് എന്ന് പറയുന്നത്. സോ ഈ കേസിനകത്ത് സുപ്രീം കോടതി EWSന്റെ റിസർവേഷൻ ശരിവെക്കുകയും ഈ 50% റിസർവേഷൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ജനറൽ റൂൾ ആണെന്നും, ഇപ്പോൾ റിസർവേഷൻ അർഹരായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ ഈ 50% റിസർവേഷൻ ബ്രീച്ച് ചെയ്താലും പ്രശ്നമില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഡിഫറൻറ്റ് സ്റ്റേറ്റുകളിൽ നമുക്ക് ഈ 50% കൂടുതൽ റിസർവേഷനുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്റർപോൾ നോട്ടീസസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്റർപോൾ നോട്ടീസസിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കർണാടകയിൽ ഇപ്പോൾ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ സ്കാൻഡൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഇതിൽ ഒരു രാഷ്ട്രീയ നേതാവ് കുറെ സ്ത്രീകളെ സെക്ഷലി അബ്യൂസ് ചെയ്തതായിട്ടുള്ള ഒരു കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു രാഷ്ട്രീയ നേതാവിനെതിരായിട്ട് ഒരു ഇന്റർപോൾ ഇപ്പോൾ ഒരു ബ്ലൂ കോർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർപോളിന്റെ നോട്ടീസസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഇന്റർപോൾ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കുക. ഇന്റർപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ എന്നാണ് ഇന്റർപോളിന്റെ ഫുൾ ഫോം. ബേസിക്കലി അന്താരാഷ്ട്ര തലത്തിൽ പോലീസിങ്ങിനകത്തുള്ള കോപ്പറേഷനും ക്രൈം കൺട്രോളും ഒക്കെ ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ പോലീസ് ഓർഗനൈസേഷനാണ് ഇന്റർപോൾ എന്ന് പറയുന്നത്. ഇത് 1923 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 1923 നടന്നിട്ടുണ്ടായിരുന്ന ഇന്റർനാഷണൽ പോലീസ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, വിയന്നയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാനമാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ ലിയോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ 1953 തൊട്ട് ഇന്ത്യ ഇന്റർപോളിനകത്തൊരു മെമ്പറാണ്. ഇന്ത്യയിൽ നിന്ന് ഇന്റർപോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യനെ ഇന്റർപോളിൽ റെപ്രസെന്റ് ചെയ്യുന്നത് CBI ആണ്. നിലവിൽ 196 രാജ്യങ്ങൾ ഇന്റർപോളിനകത്ത് അംഗങ്ങളാണ്. അതായത് ഈ 196 രാജ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് ഈ ബേസിക്കലി ഇന്റർപോളിനകത്ത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിനുള്ളതിനേക്കാട്ടിലും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ യുണൈറ്റഡ് നേഷൻസിലെ എല്ലാ മെമ്പേഴ്സും ഇന്റർപോളിലെ അംഗങ്ങളല്ല. ഓക്കെ, UN മെമ്പേഴ്സ് അല്ലാത്ത ചില രാജ്യങ്ങൾ ഇന്റർപോളിലെ മെമ്പേഴ്സാണ്. UN അംഗങ്ങളായിട്ടുള്ള ചില രാജ്യങ്ങൾ ഇന്റർപോളിലെ മെമ്പേഴ്സ് അല്ലാതെയും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇന്റർപോളിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഹെഡ് ചെയ്യുന്നത് ഒരു പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റിനെ ജനറൽ അസംബ്ലിയാണ് ഇലക്ട് ചെയ്യുന്നത്. ഓക്കെ, അവർ സാധാരണഗതിയിൽ ഒരു 4 വർഷത്തേക്കാണ് ഓഫീസ് ഹോൾഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയൊക്കെ ഓവർസീ ചെയ്യുന്നത് ഒരു ഫുൾ ടൈം സെക്രട്ടറി ജനറൽ ഉണ്ടാവും. അവരെയും ഇലക്ട് ചെയ്യുന്നത് ജനറൽ അസംബ്ലിയാണ്. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, ഇനി ഇന്റർപോളിന്റെ ഡിഫറെന്റ് നോട്ടീസസ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടീസ്, നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് റെഡ് നോട്ടീസ് ആണ്. അതായത് വാണ്ടഡ് പേഴ്സൺസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് റെഡ് നോട്ടീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് യെല്ലോ നോട്ടീസ് ആണ്. യെല്ലോ നോട്ടീസ് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് പേഴ്സൺസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. ബ്ലൂ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻസ് സീക്ക് ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന നോട്ടീസസ് ആണ് ബ്ലൂ നോട്ടീസ്. അതുപോലെ തന്നെ ബ്ലാക്ക് നോട്ടീസ് ഉണ്ട്, അത് അൺഐഡന്റിഫൈഡ് ബോഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഗ്രീൻ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിംഗ് ആൻഡ് ഇന്റലിജൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് നോട്ടീസ് ഉണ്ട്, ഇമിനന്റ് ത്രെട്ട് ഒക്കെ വരുന്ന സമയത്താണ് ഓറഞ്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്യുക. അതുപോലെ തന്നെ പർപ്പിൾ നോട്ടീസ് ഉണ്ട്. ഓക്കെ, അതായത് അവരുടെ മോഡസ് ഓപ്പറാൻഡി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പർപ്പിൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യ മാൽദീവ്സ് റിലേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യ മാൽദീവ്സ് റിലേഷൻസ് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിനകത്ത് ഫ്രീക്വന്റ്ലി കാണുന്ന ഒരു ഏരിയയാണ്. കാരണം ഇന്ത്യ മാൽദീവ്സ് നമ്മൾ ഹിസ്റ്റോറിക്കലി വളരെ സ്ട്രോങ് ടൈസ് ഉള്ള 2 രാജ്യങ്ങളാണെങ്കിലും ഇപ്പം നിലവിൽ എസ്പെഷ്യലി മാൽദീവ്സിൽ 2023 പ്രസിഡൻഷ്യൽ ഇലക്ഷന് ശേഷം ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മാൽദീവ്സിലെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഇപ്പോൾ ഇന്ത്യയിൽ വിസിറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പറയുന്ന മാൽദീവ്സിലെ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ഫസ്റ്റ് മീറ്റിങ്ങുകളിലൊന്നാണത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 1 ഒന്നാമത്തെ പേജിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ മാൽദീവ്സ് എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നോക്കുന്ന സമയത്ത് മാൽദീവ്സ് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ലക്ഷദ്വീപിന്റെ ഒക്കെ അടുത്തായിട്ട് ലക്ഷദ്വീപിന്റെ സദേൺ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർച്ചിപ്പലാഗോ ആണ് മാൽദീവ്സ് എന്ന് പറയുന്ന രാജ്യം. വളരെ കുഞ്ഞു രാജ്യമാണ്, കുറെ ഐലൻഡുകളുള്ള വളരെ ചെറിയൊരു രാജ്യമാണ്. ഈ മാൽദീവ്സിനുമായിട്ടുള്ള ബന്ധത്തിന് എന്തുകൊണ്ട് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് മാൽദീവ്സിന്റെ സിഗ്നിഫിക്കൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ഈ മാരിടൈം ട്രേഡിന് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ലൈൻസ്, അല്ലെങ്കിൽ മാരിടൈം ട്രേഡിന് യൂസ് ചെയ്യുന്ന റൂട്ടുകൾ എന്ന് പറയുന്നത് മാൽദീവ്സിന് അടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. എസ്പെഷ്യലി 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്ന ചാനലൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് കൂടാതെ ഇന്ത്യൻ ടെറിട്ടറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഐലൻഡ് ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വിദേശ രാജ്യമാണ് മാൽദീവ്സ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫോറിൻ പോളിസി ഇനീഷ്യേറ്റീവ് ആണ് വിഷൻ സാഗർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇന്ത്യ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ മാൽദീവ്സ് ഒരു മേജർ പാർട്ട്ണറാണ്. ഇനി അതുകൂടാതെ ഈ പറയുന്ന സീലിയൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ചെയ്യുക, അവിടുത്തെ ആന്റി പൈറസി ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുക, ഈ കാര്യങ്ങളിലൊക്കെ മാൽദീവ്സുമായിട്ടുള്ള ക്ലോസ് കോഓപ്പറേഷൻ ഇന്ത്യക്ക് എല്ലാ കാലത്തും ഉപകാരം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള എക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ റിലേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മാൽദീവ്സിന്റെ നിലവിൽ അവരുടെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ 2022 കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് ഏകദേശം $498 മില്യൺ ആണ്. അപ്പൊ ഈ മാൽദീവ്സ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞു രാജ്യമാണ്. അപ്പൊ ഈ ഒരു ട്രേഡ് വോളിയം എന്ന് പറയുന്നത് ആ ഒരു രാജ്യത്തിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. ഇനി അതുകൂടാതെ 2021 അതായത് ഒരു ഇന്ത്യൻ അനുകൂല ഗവൺമെന്റ് അവിടെ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ആഫ്കോം എന്ന് പറയുന്ന ഒരു കമ്പനി മാൽദീവൻ ഗവൺമെന്റുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഗ്രേറ്റർ മാലെ കണക്ടിവിറ്റി പ്രൊജക്ടിനുള്ള കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത് മാൽദീവ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രൊജക്ട് ആണ് ഗ്രേറ്റർ മാലി കണക്ടിവിറ്റി പ്രൊജക്ട് എന്ന് പറയുന്നത്. ഏകദേശം $500 മില്യൺ ആണ് ഈ പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ $500 മില്യൺ 400 മില്യൺ ഇന്ത്യ ലൈൻ ഓഫ് ക്രെഡിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോൺ ആയിട്ട് കൊടുക്കും. $100 മില്യൺ അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രൊജക്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ നിലവിൽ മാൽദീവ്സുമായിട്ടുള്ള റിലേഷൻ മോശമായ സ്ഥിതിക്ക് ഇത് നിയർ ഫ്യൂച്ചറിൽ നടപ്പിലാക്കാനുള്ള സാധ്യതയും കുറവാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇന്ത്യ മാൽദീവ്സും തമ്മിലുള്ള സെക്യൂരിറ്റി കോപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മാൽദീവ്സിനകത്ത് ഇന്ത്യ 2 ഹെലികോപ്റ്റർ ബേസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാൽദീവ്സിന് അവരുടെ സൈന്യമൊന്നും അത്ര സ്ട്രോങ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാൽദീവ്സിന്റെ മാരിടൈം സെക്യൂരിറ്റി ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്സ് ഈ മാൽദീവിയൻ കോസ്റ്റിൽ ഇന്റഗ്രേറ്റഡ് റഡാറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് അവിടുത്തെ സർവൈലൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് മാൽദീവ്സിലെ നാഷണൽ കോളേജ് ഫോർ പോലീസിംഗ് ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പോലീസ് അക്കാദമി അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാൽദീവ്സിലുള്ള ഡിഫൻസ് പേഴ്സണൽസിന് അതായത് അവിടുത്തെ സൈന്യത്തിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ ഏറ്റവും അധികം ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയാണ്. അതായത് അവരുടെ ഡിഫൻസ് ട്രെയിനിങ് റിക്വയർമെന്റ് ഏകദേശം 70% ഇന്ത്യയാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള മറ്റുള്ള ഏരിയാസ് ഓഫ് കോപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച സമയത്ത് യുക്രൈനിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഇന്ത്യ ഇവാക്യുവേറ്റ് ചെയ്ത സമയത്ത് അതിന്റെ കൂടെ മാൽദീവിയൻ സ്റ്റുഡൻസിനെയും കൂടി ഇന്ത്യ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ മാൽദീവ്സിന്റെ ഗവൺമെന്റ് അതായത് 2023 വരെ മാൽദീവ്സിലെ പ്രസിഡന്റ് ആയിരുന്ന ഒരു ഇബ്രാഹിം സോലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വളരെ പ്രോ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡിക്ലെയർഡ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഇന്ത്യ ഫസ്റ്റ് പോളിസി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മാൽദീവ്സ് അവരുടെ ഫോറിൻ റിലേഷൻസിനകത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2021 ഈ COVID-19 പാൻഡമിക് നടക്കുന്ന സമയത്ത് മാൽദീവ്സിന് ഏറ്റവും അധികം COVID-19 വാക്സിൻസ് സപ്ലൈ ചെയ്തിട്ടുള്ള രാജ്യവും ഇന്ത്യയാണ്. ഏകദേശം 1 ലക്ഷത്തോളം കോവിഷീൽഡ് വാക്സിൻ ഡോസസ് ഇന്ത്യ മാൽദീവ്സിന് ആ കാലഘട്ടത്തിൽ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാൽദീവ്സിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റലാണ് അവിടുത്തെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മാൽദീവ്സിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മാലിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് ഇന്ത്യയുടെ അസിസ്റ്റൻസോട് കൂടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇനി നമ്മൾ നിലവിലുള്ള ഇന്ത്യ മാൽദീവ്സ് റിലേഷൻസിനകത്തുള്ള ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഈ 1960s മാൽദീവ്സ് സ്വതന്ത്ര രാജ്യമായത് തൊട്ട് ഒരു 2013 വരെയുള്ള ഇന്ത്യ മാൽദീവ്സ് റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരുന്നു. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിരുന്നു എന്ന് പറയാം, ചെറിയ ചില ഇഷ്യൂസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ. പക്ഷെ 2013 ആദ്യമായിട്ട് ഒരു ഇന്ത്യയുമായിട്ട് അത്ര താല്പര്യമില്ലാത്ത പക്ഷെ ഒരു കുറച്ചും കൂടി ഒരു പ്രോ ചൈന ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് മാൽദീവ്സിൽ അധികാരത്തിൽ വരുന്നത്. അപ്പൊ അതിനുശേഷം പിന്നീട് 2018 വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇബ്രാഹിം സോലയുടെ ഒരു പ്രോ ഇന്ത്യൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ള റിലേഷൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 13 തൊട്ട് 18 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ചൈനയുമായിട്ട് ഒരുപാട് എഗ്രിമെന്റുകൾ സൈൻ ചെയ്യുകയും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് മാറുകയും ചൈന മാൽദീവ്സിനകത്ത് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതോട് കൂടിയിട്ട് ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസ് മാൽദീവ്സിനകത്ത് ഓൾറെഡി 2018 ആകുമ്പോഴേക്കും പ്രസന്റ് ആയിരുന്നു. പിന്നീട് 2023 മാൽദീവ്സിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് മാൽദീവ്സിലെ പ്രതിപക്ഷ പാർട്ടികളുടെ കാൻഡിഡേറ്റ് ആയിരുന്ന മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത് തന്നെ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ഉന്നയിച്ചിട്ടാണ്. അതായത് ഇന്ത്യൻ മിലിറ്ററി പ്രസൻസ് മാൽദീവ്സിൽ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഇലക്ട്രൽ സ്ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ
തുടക്കം തൊട്ടേ, അതായത് അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആയിരുന്ന സമയത്തെ ഒരു ആന്റി ഇന്ത്യൻ ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ പുള്ളി 2023 ഒക്ടോബറിൽ നടന്നിട്ടുള്ള ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിലായിരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ 2024 തുടക്കത്തിൽ മാൽദീവ്സിൽ നടന്നിട്ടുള്ള പാർലമെന്റ് ഇലക്ഷനിലും ഈ മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടിയാണ് അവിടെ ഏറ്റവും വലിയ പാർലമെന്റിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ഈ മുഹമ്മദ് മൊയ്സു 2023 ഒക്ടോബറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞൊരു 6 മാസത്തിനകത്ത് ഇന്ത്യ മാൽദീവ്സ് റിലേഷൻസ് വളരെയധികം മോശമായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, മാൽദീവ്സും ചൈനയും തമ്മിലുള്ള റിലേഷൻസ് വലിയ രീതിയിൽ ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള മാൽദീവ്സിന്റെ ബന്ധം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിലും ഇന്ത്യക്ക് ഇതൊരു ത്രെട്ടായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുഹമ്മദ് മൊയ്സുവിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ ഔട്ട് എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ക്യാമ്പയിൻ സ്ലോഗൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഒക്ടോബറിൽ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യക്ക് മാൽദീവ്സിലുള്ള 2 ഹെലികോപ്റ്റർ ബേസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ മിലിറ്ററി പ്രസൻസ് മാൽദീവ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി പ്രസൻസിനെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ആദ്യം മാർച്ച് 15 മുമ്പ് വിഡ്രോ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഈ മാസം 10 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് നമുക്ക് മാൽദീവ്സിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വന്നു. ഈ സൈന്യത്തിനെ വിഡ്രോ ചെയ്തുകൊണ്ട് നമ്മളൊരു ടെക്നിക്കൽ ടീമിനെ പകരം അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2019 ഈ ഇബ്രാഹിം സോലെ മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇന്ത്യയും മാൽദീവ്സും തമ്മിലൊരു ഹൈഡ്രോഗ്രാഫിക് സർവേ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാൽദീവ്സിന്റെ അഡ്ജോയിനിങ് വാട്ടേഴ്സിലൊക്കെ മാരിടൈംസ് ഈ പറയുന്ന സർവൈലൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ പറയുന്ന സീബെഡ് ഒക്കെ സർവേ നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അത് 5 വർഷത്തേക്കായിരുന്നു എഗ്രിമെന്റ്. ഇപ്പോൾ 2024 ഇത് റിന്യൂ ചെയ്യാറായ സമയത്ത് പുതുതായിട്ട് വന്ന ഈ മുഹമ്മദ് മൊയ്സു ഗവൺമെന്റ് അത് റിന്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അപ്പോൾ നേരത്തെ 2013 തൊട്ട് 18 വരെയുള്ള കാലഘട്ടത്തിൽ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ മാത്രമാണ് മാൽദീവ്സ് പാർട്ടിസിപ്പന്റ് ആയിരുന്നെങ്കിൽ ഈ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പോലെ തന്നെ അവരുടെ സോഫ്റ്റ് പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മറ്റ് ചില ഇനീഷ്യേറ്റീവുകളുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ്, അതുപോലെ തന്നെ ഗ്ലോബൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്, ഗ്ലോബൽ സിവിലൈസേഷൻ ഇനീഷ്യേറ്റീവ് എന്നൊക്കെ പറയുന്നത്. ഇതിനകത്തെല്ലാം തന്നെ മാൽദീവ്സ് ഇപ്പോൾ പാർട്ടിസിപ്പന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 2024 തുടക്കത്തിൽ മുഹമ്മദ് മൊയ്സു നടത്തിയിട്ടുള്ള ചൈന സന്ദർശനത്തിന്റെ ഇടയിൽ ഇതിനെയൊക്കെ അവർ എൻഡോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 2028 ആകുമ്പോഴേക്കും, അതായത് ഈ മുഹമ്മദ് മൊയ്സുവിന്റെ ഭരണം തീരുന്ന ആ സമയമാകുമ്പോഴേക്കും ചൈനയുമായിട്ടുള്ള റിലേഷൻ ഒരു സ്ട്രാറ്റജിക് കോപ്പറേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു റോഡ് മാപ്പ് ഇപ്പോൾ മാൽദീവ്സും ചൈനയും തമ്മിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് കോപ്പറേറ്റീവ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇതും മുഹമ്മദ് മൊയ്സുവിന്റെ ചൈന സന്ദർശനത്തിന്റെ ഇടയ്ക്ക് സൈൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൂടാതെ ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ ചൈനയുടെ നേവൽ വെസൽസ് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സോ അപ്പോൾ അതേ സമയത്ത് മാൽദീവ്സിൽ ഇത്തരത്തിലുള്ള ചൈനീസ് നേവൽ പ്രസൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നതിന് ശേഷം ചൈനയുടെ റിസർച്ച് വെസലായിട്ടുള്ള ഒരു സിയാങ് യാങ് ഹോങ് 3 എന്ന് പറയുന്ന ഒരു നേവൽ വെസൽ ഉണ്ട്. ചൈനീസ് നേവി യൂസ് ചെയ്യുന്ന അവർ ഈ പറയുന്ന മാരിടൈം സർവൈലൻസിനും അതുപോലെ തന്നെ അണ്ടർ വാട്ടർ സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ സിയാങ് യാങ് 3 എന്ന് പറയുന്ന ഹോങ് 3 എന്ന് പറയുന്ന റിസർച്ച് വെസൽ. ഈ റിസർച്ച് വെസൽ 2 പ്രാവശ്യം ഇപ്പോൾ മാൽദീവ്സിനകത്ത് ഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവിൽ ഈ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള മാൽദീവ്സ്, അതുപോലെ തന്നെ ശ്രീലങ്ക, മൗറീഷ്യസ് ഒക്കെ പോലുള്ള ഐലൻഡ് നേഷൻസിനെ ഉൾപ്പെടുത്തുന്ന ഒരു സെക്യൂരിറ്റി കോൺഫറൻസ് ആണ് വർഷാവർഷം നടക്കുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ 2023 ഡിസംബറിലെ ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ മാൽദീവിയൻ ഗവൺമെന്റ് പങ്കെടുക്കാതെ അവരിത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാൽദീവ്സുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ് ഇത്തരത്തിൽ മോശമായതിനു ശേഷം സംഭവിച്ചിട്ടുള്ള മറ്റൊരു കേസ് എന്ന് പറയുന്നത്, മാൽദീവ്സിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളൊന്നെന്ന് പറയുന്നത് അവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രീന്റെ ഏറ്റവും വലിയ കസ്റ്റമർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ടൂറിസ്റ്റുകളായിരുന്നു. ഒരു സമയത്ത് അവിടുത്തെ മാൽദീവ്സിലേക്ക് വരുന്ന ഫോറിൻ ടൂറിസ്റ്റുകളിൽ ഒന്നാമതുണ്ടായിരുന്നത് ഇന്ത്യക്കാരായിരുന്നു. പക്ഷേ ഈ റിലേഷൻ മോശമായതിനു ശേഷം നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരു ബോയ്ക്കോട്ട് മാൽദീവ്സ് ക്യാമ്പയിൻ ആരംഭിക്കുകയും അതിന്റെ ഭാഗമായിട്ട് 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് മാൽദീവ്സിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ചൈനയാണ് മാൽദീവ്സിൽ ഏറ്റവും അധികം ഫോറിൻ ടൂറിസ്റ്റുകൾ വരുന്നത് ചൈനയിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി അത് കൂടാതെ ഇപ്പോൾ 2024 തുടക്കത്തിൽ ചൈനയും മാൽദീവ്സും തമ്മിൽ ഒരു ഡിഫൻസ് എഗ്രിമെന്റും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഫൻസ് എഗ്രിമെന്റിന്റെ ക്ലോസസ് ഒന്നും, അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴും 2 രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഈ ഇന്ത്യ മാൽദീവ്സ് റിലേഷൻസ് ഇപ്പോൾ വളരെ ഏറ്റവും മോശം അവസ്ഥയിലാണ്. അത് ഈ പറയുന്ന ഒരു ചൈനയുടെ ആംഗിളും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഇന്ത്യക്ക് ഒരു ത്രെട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് കുക്ക് ഐലൻഡ്സ് ആണ്.
സോ ഈ കുക്ക് ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. പക്ഷെ അതേസമയം ഇതൊരു ഒരു ഫ്രീ ന്യൂസിലാൻഡുമായിട്ട് ഒരു ഫ്രീ അസോസിയേഷൻ ഉള്ള ഒരു സെൽഫ് ഗവേണിംഗ് കൺട്രി ആണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതായത് ബേസിക്കലി ഈ കുക്ക് ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യമാണെങ്കിലും ഇവർ യുണൈറ്റഡ് നേഷൻസിലൊന്നും അംഗമായിട്ടുള്ള ഒരു രാജ്യമല്ല. അപ്പോൾ ന്യൂസിലാൻഡുമായിട്ട് ഒരു ഫ്രീ അസോസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന, പക്ഷെ അതേസമയം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ഗവേണിംഗ് കൺട്രിയാണ് കുക്ക് ഐലൻഡ്. അപ്പോൾ എന്താണ് ഫ്രീ അസോസിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി കുക്ക് ഐലൻഡ്സിന് സ്വന്തമായിട്ട് പട്ടാളമൊന്നുമില്ല. അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന കുക്ക് ഐലൻഡ്സിന്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുക ന്യൂസിലാൻഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ഒരു പ്രൊട്ടക്ടറേറ്റ് പോലെയാണ്, ന്യൂസിലാൻഡിന്റെ ഒരു പ്രൊട്ടക്ടറേറ്റ് പോലെയാണ് കുക്ക് ഐലൻഡ്സ് എന്ന് മനസ്സിലാക്കുക. ഒരു കാലം വരെ, ഇപ്പോൾ 2000ന്റെ ഒക്കെ തുടക്കം വരെ കുക്ക് ഐലൻഡ്സിന്റെ ഫോറിൻ പോളിസി എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ന്യൂസിലാൻഡ് ആണ്. പക്ഷെ ഇപ്പോൾ ആ കാര്യത്തിൽ അവർ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ കുക്ക് ഐലൻഡ്സിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് പോളിനേഷ്യയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ പോളിനേഷ്യ എന്ന് പറയുന്ന റീജിയനിലാണ് കുക്ക് ഐലൻഡ് കിടക്കുന്നത്. ഓഷ്യാനിയ എന്ന് പറയുന്ന ലാർജർ റീജിയന്റെ ഒരു ഭാഗമാണ് ഈ പോളിനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സദേൺ പസഫിക്കിലാണ് ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ നോർത്ത് ഈസ്റ്റ് ആയിട്ട് കിടക്കുന്നത്, ഇവരുടെ സൗത്ത് ഈസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ന്യൂസിലാൻഡ് ആണ്. അതായത് ന്യൂസിലാൻഡിന്റെ നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ് ഇവർ കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് കിടക്കുന്ന മറ്റു പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്. ഒന്ന് അമേരിക്കയുടെ ഒരു ഓവർസീസ് ടെറിട്ടറി ആയിട്ടുള്ള ഒരു സമോവ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഈ സമോവ ഐലൻഡ്സിനും അതുപോലെ തന്നെ ഫ്രാൻസിന്റെ ഒരു ഓവർസീസ് ടെറിട്ടറി ആയിട്ടുള്ള ഫ്രഞ്ച് പോളിനേഷ്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും നടുക്കായിട്ടാണ് കുക്ക് ഐലൻഡ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കുക്ക് ഐലൻഡ്സിനകത്ത് മൊത്തം 15 ഐലൻഡുകളാണ് ഉള്ളത്. അത് 2 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സദേൺ കുക്ക് ഐലൻഡ്സും മറ്റൊന്ന് നോർത്തേൺ കുക്ക് ഐലൻഡ്സും. ഇനി ഇവരുടെ ക്യാപിറ്റൽ വരുന്നത് അവാറുവ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ അതുപോലെ തന്നെ ഈ പസഫിക്കിലുള്ള ഐലൻഡ് രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് പസഫിക് ഐലൻഡ് ഫോറം എന്ന് പറയുന്നത്. അതിനകത്തൊരു മെമ്പർ സ്റ്റേറ്റും കൂടിയാണ് ഈ കുക്ക് ഐലൻഡ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.